ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കുന്ന SIT പത്തനംതിട്ട റാന്നി കോടതിയിൽ FIRകൾ സമർപ്പിച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2 FIRകളുടെ പകർപ്പാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇനി പ്രതികൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. CK അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, വളരെ വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു SIT. ചെന്നൈയിൽ പരിശോധന നടക്കുന്നു, സന്നിധാനത്ത് പ്രാഥമികമായ പരിശോധന നടന്നു, അതിന് പിന്നാലെ തന്നെ FIR കോടതിയിലേക്ക് എത്തുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വർണ്ണ കവർച്ച നടന്നിട്ടുള്ള ശബരിമല മേഖല എന്നുള്ളത് റാന്നി കോടതിയുടെ നിയമപരമായ അധികാര പരിധിയിലാണുള്ളത്. അതിനാൽ തന്നെയാണ് കേസിലെ FIRകൾ രണ്ടും അന്വേഷണ സംഘം റാന്നി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. 2 കേസുകൾ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ കേസ് ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടളയുടെ സ്വർണം കവർന്നു എന്നുള്ള കേസാണ്. അതിൽ 8 പ്രതികളാണുള്ളത്. അതാണ് 2017-19 കാലയളവിലെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അടക്കമുള്ള 8 പേരാണ് അതിൽ പ്രതികളായിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പാളികളിലെ സ്വർണം കവർന്നു എന്നുള്ളതാണ്. ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് അന്വേഷണ സംഘം അല്പം മുൻപ് റാന്നി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. തുടർ നടപടികൾ പ്രതീക്ഷിക്കാവുന്നത് പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നത് തന്നെയാണ്. അതായത് നോട്ടീസ് നൽകി അവരെ വിളിപ്പിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഒരുപക്ഷെ നേരിട്ട് അറസ്റ്റിലേക്ക് പോകാവുന്നതാണ്. ഈ കേസിൽ ഏതായിരിക്കും അന്വേഷണ സംഘം സ്വീകരിക്കുന്ന നടപടി എന്നതിൽ വ്യക്തത കുറവുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കുന്നത് പ്രധാനപ്പെട്ട ആളുകൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നവർക്കൊക്കെ തന്നെ നോട്ടീസ് കൊടുത്തവരെ വിളിപ്പിക്കാനുള്ള സാധ്യതയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസിൽ കവർച്ച, അതോടൊപ്പം തന്നെ വ്യാജരേഖ ചമയ്ക്കൽ, വിശ്വാസ വഞ്ചന തുടങ്ങി ഗൂഢാലോചന എന്നിങ്ങനെ 4 വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന വേളയിൽ ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകൾ ഈ കേസിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധികൾ ആരും തന്നെ പ്രതികളായിട്ടില്ല. അഭിലാൽ, വളരെ വേഗത്തിലാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ സന്നിധാനത്ത് പ്രത്യേക സംഘത്തിൻ്റെ പരിശോധന, ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കി. സ്ട്രോങ് റൂമൊക്കെ അതൊരു ഭാഗത്ത്, മറുഭാഗത്ത് SITയുടെ പ്രാഥമികമായ ഒരു പരിശോധന നടന്നു. വേറെ എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പരിശോധന നടന്നിട്ടുണ്ടോ? ചെന്നൈയിലുണ്ട് എങ്കിലും ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇനി അടുത്ത ദിവസങ്ങളെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? 1.5 മാസമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ തെളിവുകൾ ശേഖരിക്കുകയും പ്രതികളുടെ ചോദ്യം ചെയ്യൽ, അറസ്റ്റ് എന്നിവയിലേക്ക് കടക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം പല സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തൊരു സംഘം ഉണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കേന്ദ്രമാക്കിയ ഒരു സംഘം പ്രവർത്തിക്കുന്നതായി മനസ്സിലാക്കുന്നു. മറ്റൊരു സംഘമുള്ളത് പത്തനംതിട്ടയിലാണ്. SPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ സന്നിധാനത്തെത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച ശേഷം മടങ്ങിയ സ്ഥിതിയുണ്ടായി. ഈ സംഘമാണ് ഇന്ന് റാന്നി കോടതിയിൽ FIR വിശദാംശങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. സമാന്തരമായി തന്നെ ഈ പ്രതികൾ എവിടെയുണ്ട് എന്നതിലേക്ക് കൂടി അവരുടെ അന്വേഷണം എത്തുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമാകുന്നത്. നിലവിൽ അവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകളടക്കം തേടി പിടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിവേഗത്തിൽ ഇവരിലേക്ക് അന്വേഷണം എത്തും. ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്.